പ്രിയപ്പെട്ടവരെ, എനിക്ക് വായന വളരെ കുറവാണെന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം, സ്കൂളിൽ പഠിക്കുമ്പോൾ നന്നായി വായിക്കുമായിരുന്നു. അതിന് ശേഷം പ്രീ ഡിഗ്രിക്ക് എത്തിയതിന് ശേഷം വായനയോട് ഞാൻ വിട പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇടക്കാലത്തൊക്കെ ചില പുസ്തകങ്ങളൊക്കെ എൻ്റെ മുൻ ഭാര്യയെ നിർബന്ധിച്ചിട്ട് നീ ഒന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയും എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചിലർ വായിപ്പിച്ചിട്ടുണ്ട്. ചില സുഹൃത്തുക്കൾ വായിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറിപ്പുകൾ ഫേസ്ബുക്കിൽ എഴുതാൻ വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. 2024 ഞാൻ സഖാവ് പി ജയരാജൻ്റെ ആത്മകഥ ഇറങ്ങിയപ്പം ആ ആത്മകഥയ്ക്ക് വേണ്ട മെറ്റീരിയൽസ് എല്ലാം റെഡിയാക്കി കൊടുത്തത് ശ്രീ AP അഹമ്മദ് മാഷായിരുന്നു. അപ്പോൾ അഹമ്മദ് മാഷ് പറഞ്ഞിട്ട് ഞാൻ ആ പുസ്തകം, അതും കണ്ണൂരിലുള്ള സുഹൃത്തിനെ കൊണ്ട്, ഇവിടെ എവിടെയും കിട്ടാനില്ലാത്തതുകൊണ്ട് സുഹൃത്തിനെ കൊണ്ട് ട്രെയിനിൽ കൊടുപ്പിക്കുക ചെയ്തത്. അന്ന് തന്നെ മേടിച്ചു, അന്ന് തന്നെ ട്രെയിനിൽ കൊടുപ്പിച്ചു. ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് മേടിക്കുക ചെയ്തത്. 2025 ഞാൻ EP ജയരാജൻ്റെ പുസ്തകം ഇറങ്ങിയപ്പം അത് ഞാൻ മേടിച്ചു. അത് മാതൃഭൂമി ബുക്സ് എന്നാണ് ഓർഡർ ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത്. ഒരു ഹോം ഡെലിവറി ആയിരുന്നു. പക്ഷേ അതിൻ്റെ പുസ്തകത്തിൻ്റെ വലുപ്പത്തിലുണ്ട്. അപ്പോൾ ആ പുസ്തകം തുറന്നു നോക്കാൻ പേടിയായി. എന്നാൽ ഇപ്പോൾ KNA ഖാദർ സാഹിബ് 3 തവണ 2001 തൊട്ട് MLA ആയിരുന്ന, 2001 വള്ളിക്കുന്നിൽ കൊണ്ടോട്ടിയിൽ നിന്ന് MLA ആയി, 2011 വള്ളിക്കുന്നിൽ നിന്ന് MLA ആയി, 2017 ഉപതെരഞ്ഞെടുപ്പിൽ വേങ്ങരയിൽ നിന്ന് MLA ആയി. അങ്ങനെ 10-11 വർഷം MLA ആയിരുന്ന KNA ഖാദർ സാഹിബിൻ്റെ പുസ്തകം ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് KNA ഖാദർ വ്യാകരണമില്ലാത്ത ജീവിതം എന്നാണ്. നമുക്കറിയാം, അദ്ദേഹം പ്രഭാഷകനാണ്, ചിന്തകനാണ്, അഭിഭാഷകനാണ്, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. മോസ്കോയിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം AISF-ലൂടെ, CPI വിദ്യാർത്ഥി സംഘടനയിലൂടെ കടന്നു വന്ന് അതിൻ്റെ ജില്ലാ പ്രസിഡന്റായി, ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡന്റായി, സംസ്ഥാന സെക്രട്ടറിയായി, പിന്നീട് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു. STUവിൻ്റെ ജില്ലാ നേതാവായി, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന സെക്രട്ടറിയായി. പിന്നീടാണ് അദ്ദേഹം 3 തവണ MLA ആവുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കകത്ത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം പറയാനുള്ളത്, ഷാഫി പറമ്പിൽ ഒരു കള്ളനാണ് എന്ന വിഷയം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൗമി റഹ്മാനിയാണ് ഈ പുസ്തകം എഴുതിയത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മെയ് 21 മേടിച്ച പുസ്തകമാണ്. 380 രൂപയാണ് ഹോം ഡെലിവറി ആകുമ്പം. ഇതിന് ആലങ്കോട് ലീലാകൃഷ്ണൻ, CPIയുടെ സഹയാത്രികനും അവരുടെ യുവകലാസാഹിത്യ നേതാവുമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇത്തവണ തൃശ്ശൂർ മത്സരിച്ച് പരാജയപ്പെട്ട ആലങ്കോട് ലീലാകൃഷ്ണനാണ് അതിൻ്റെ അവതാരിക എഴുതിയിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് അധ്യായങ്ങൾ പറയുന്നുണ്ട്. അതിൽ മഞ്ചേരി എൻ്റെ രാഷ്ട്രീയ കളരി, ഖാദറെ MLA ആകാനുള്ളതാണ്, തീപ്പരി പ്രാസംഗികൻ, അങ്ങനെ തുടങ്ങി പാർട്ടി ക്ലാസും ദാമോദരൻ്റെ സമ്മാനവും, സ്വാത്വികനായ NE ബാലരാം, ബിനോയ് വിശ്വത്തിനൊപ്പം ഒരു കട്ടിലിൽ, ലെനിൻ്റെ ശരീരം കണ്ടപ്പോൾ. അദ്ദേഹം കുറേ കാലം മോസ്കോയിൽ പഠിച്ചിരുന്നു. മോസ്കോയിലും ബിഷക്കാർ, അത് നമുക്കൊരു പുതിയ അറിവാണ്. CPI വിടുന്നു, CPI പകർന്ന പാഠങ്ങൾ, മമ്മൂട്ടിക്കും പ്രേം നസീറിനോടും ഒപ്പം സിനിമയിൽ അഭിനയിച്ചത്, മുസ്ലിം ലീഗിലെ പരിമിതി, കാലം മാറി രാഷ്ട്രീയം മാറണം, വിമാനവാതിൽ അടഞ്ഞിട്ടില്ലേ, അങ്ങനെ രസകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. കൊരബയിൽ അഹമ്മദ് ഖാജിയുമായിട്ടും പാണക്കാട് സയ്യിദും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ വൈകാരികമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ബാബരി മസ്ജിദ്, വിവാഹ വിരുന്നും മരണ വീടും, അത് ഷാഫി പറമ്പിൽ അടിച്ചു മാറ്റി. പേജ് നമ്പർ 211 അധ്യായം. പിന്നെ ചീത്ത വിളിച്ചാൽ വലിയ വാർത്ത, ഉമ്മൻചാണ്ടി എന്ന അത്ഭുതം, MK മുനീറിൻ്റെ തമാശ, ഗണേഷ് കുമാറിൻ്റെ ധൈര്യം, കൈക്കൂലി വാങ്ങിയ പോലീസ്, ആയുർവേദവും അലോപ്പതിയും, അങ്ങനെ കൂടുതൽ കഴിവുള്ളവർ പുറത്തുണ്ട്. സത്യമാണ്, ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്നവരെക്കാൾ, മന്ത്രിസഭയിൽ ഇരിക്കുന്നവരെക്കാൾ കഴിവുള്ള 100 കണക്കിന് ആളുകൾ പുറത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയ ബോധമുള്ളവർ. എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും പേജ് വായിച്ചു തീർക്കുക, 274 പേജ് വായിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായിരുന്നാലും ഇതിലെ പ്രസക്തമായ, വിവാദമായ ആ ഒരു അധ്യായം വായിക്കുകയാണ്. 211 പേജാണ്. അത് ഷാഫി പറമ്പിൽ അടിച്ചു മാറ്റി. 2001 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 3 തവണയാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായ അല്ലെങ്കിലും 14 വർഷത്തോളം MLA ആയി പ്രവർത്തിച്ചു. അക്കാലത്ത് പല രാഷ്ട്രീയ നേതാക്കളെയും അടുത്തറിയാൻ അവസരം കിട്ടി. നിയമസഭയിൽ കുറേ ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷിയായി.
ചില തമാശകളുമുണ്ടായി. ആർ ബാലകൃഷ്ണപിള്ള, കെ നാരായണക്കുറുപ്പ്, ഉമ്മൻചാണ്ടി, കെ എം മാണി തുടങ്ങിയ നേതാക്കളുമായി ഇടപഴകാൻ അവസരം കിട്ടി. നാരായണക്കുറുപ്പ് ഫലിതപ്രിയനായിരുന്നു. സഭയിൽ മറ്റുള്ളവരുടെ സീറ്റിനടുത്ത് വന്നിരുന്ന് നല്ല തമാശകൾ പറഞ്ഞ് ശബ്ദമുണ്ടാക്കാതെ ചിരിക്കും. ബാലകൃഷ്ണപിള്ളയോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ പറ്റുന്നതാണെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കും. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങളിൽ ഭരണപക്ഷ പ്രതിപക്ഷ പരിഗണനയില്ലാതെ ശക്തമായി നിലകൊള്ളും. മുസ്ലിം ലീഗിനോട് നല്ല ബന്ധം സൂക്ഷിച്ചയാളാണ് അദ്ദേഹം. ഉമ്മൻചാണ്ടി, മാണി സാർ തുടങ്ങിയവരും പാർട്ടിയുമായി അടുത്ത സൗഹൃദം നിലനിർത്തി. അവർക്കിടയിൽ പാലമായി എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. ആദായ വകുപ്പിൽ ആധുനികവൽക്കരണം കൊണ്ടുവന്നതിൽ കുഞ്ഞാലിക്കുട്ടിക്ക് വലിയ പങ്കുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളടക്കം തുടങ്ങി കേരളത്തെ ഡിജിറ്റലാക്കി മാറ്റുന്നതിന് തുടക്കമിട്ടത് ഇദ്ദേഹമാണ്. അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. സത്യമാണ്. IT വ്യവസായ രംഗങ്ങളിലെ കുതിപ്പിനായി ടെക്നോ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും പല ജില്ലകളിലും തടസ്സങ്ങൾ വന്നു. തുടർന്ന് മലപ്പുറം കാക്കഞ്ചേരിയിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ തുടങ്ങി സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിച്ചു. കാക്കഞ്ചേരിയിലേക്ക് ഇൻഫ്ര ആണെന്ന് തോന്നുന്നു ആ പാർക്കിൻ്റെ പേര്. അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, അവനിപ്പോൾ UK അജയ് എന്നാണ് പേര്. അവൻ്റെ ഒരു കമ്പനി ഉണ്ട് അവിടെ, സീൻസ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഞാനവിടെ പോയിട്ടുള്ളതാണ്. സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ആ വഴിക്ക് ആദ്യം സഞ്ചരിച്ച ആളാണ് കുഞ്ഞാലിക്കുട്ടി. സർക്കാർ തലത്തിലും നിയമസഭയിലും പല വിഷയങ്ങളിലും കൈവിട്ടു പോകാതിരിക്കാൻ ചിരപരിചിതനെ പോലെ അദ്ദേഹം ഇടപെട്ടു. സഭയിൽ അടിയന്തര പ്രമേയം പോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പാർട്ടി പ്രതിനിധിയായി സംസാരിക്കാൻ എന്നെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി നിയമസഭയിലെത്തിയപ്പോൾ വക്കം പുരുഷോത്തമനാണ് സ്പീക്കർ. കർശന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. പിന്നീട് തേറമ്പിൽ രാമകൃഷ്ണൻ സ്പീക്കറായി. വള്ളിക്കുന്ന് MLA ആയിരുന്നപ്പോൾ G കാർത്തികേയനും N ശക്തനും മൂന്നാമത്തെ ടേമിൽ, അതായത് വേങ്ങര MLA ആകുമ്പോൾ P ശ്രീരാമകൃഷ്ണനുമായിരുന്നു സ്പീക്കർ. കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നത് തടയാൻ ഇടത് അംഗങ്ങൾ സ്പീക്കറുടെ ഡയസ് പിടിച്ചടക്കി നൃത്തം ചവിട്ടിയ ദിവസം ഞാനും സഭയിലുണ്ട്. സ്പീക്കർ N ശക്തനെതിരെ സഭ നടത്താൻ പറ്റാത്ത വിധം പ്രശ്നങ്ങളുണ്ടാക്കിയതിനും സാക്ഷിയാണ്. കാരണം അങ്ങനെ ഒരു കലാപരിപാടി കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. കാരണം സാധാരണഗതിയിൽ ഇന്ത്യയിലെ എല്ലാ MLA മാർക്കും ഒന്നും കാണാൻ പറ്റാത്ത, കേരളത്തിലെയും ആ സഭയിലല്ലാത്ത ഒരു MLA മാർക്കും EMS തൊട്ടുള്ള, അച്യുതമേനോൻ തൊട്ടുള്ള, കരുണാകരൻ വരെയുള്ള ആളുകൾക്ക് കാണാൻ പറ്റാത്ത ഒരു മഹാഭാഗ്യമായിരുന്നു ആ കലാപരിപാടി. ഗംഭീരമാണല്ലോ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. സഭാ TV ഓഫാക്കിയൊന്നും പോലും അറിയില്ല അന്ന്. സ്പീക്കറുടെ അഭാവത്തിൽ സഭാ സമ്മേളനങ്ങൾ നിയന്ത്രിക്കാൻ ചെയർമാൻമാരുടെ പാനലുണ്ടാകും. എല്ലാ പാർട്ടിയിൽ നിന്നുള്ളവരെയും അതിലേക്ക് തിരഞ്ഞെടുക്കും. പലതവണ എനിക്കും ചെയർമാനായി ഇരിക്കാൻ അവസരം കിട്ടി. P ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്ന കാലത്ത് രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അത്ര രസമുള്ള കാര്യമൊന്നും അല്ല, മോഷണം. പക്കാ കള്ളനാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഷാഫിയെക്കുറിച്ച്. അദ്ദേഹം പിന്നീട് മാന്യനായതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ. സ്പീക്കർ നിയമസഭയിലില്ല. ഞാനാണ് സ്പീക്കറുടെ കസേരയിൽ. നിയമസഭ നിയന്ത്രിക്കുന്നതിനിടെ അംഗങ്ങളെ പ്രസംഗിക്കാൻ വിളിക്കുകയാണ്. അന്ന് എനിക്കും പ്രസംഗമുണ്ടായിരുന്നു. വിഷയം നന്നായി പഠിച്ച് കുറിപ്പുമായി പോയാലേ എനിക്ക് പ്രസംഗിക്കാൻ കഴിയൂ. A4 കടലാസ് നീളത്തിൽ 2 മടക്കിയാണ് കുറിപ്പ് തയ്യാറാക്കുക. അറിയാലോ. അപ്പോൾ 4 ഫോൾഡ് ചെയ്ത് കിടക്കും. അപ്പോൾ നമുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എങ്ങനെ, ഞാനും അങ്ങനെയാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ റെഫർ ചെയ്ത് പറയേണ്ടതുണ്ടെങ്കിൽ പറയാറുള്ളത്. A4 കടലാസ് നീളത്തിൽ 2 മടക്കിയാണ് കുറിപ്പ് തയ്യാറാക്കുക. കോടതിയിൽ കേസ് നടത്താൻ പോകുമ്പോൾ കിട്ടിയ ശീലമാണത്. അദ്ദേഹം അഡ്വക്കേറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എളുപ്പത്തിൽ മറിച്ചെടുത്ത് ഓരോരോ പോയിന്റുകളായി പറയാം. അങ്ങനെ തന്നെയാണ് നിയമസഭയിലും പോയിരുന്നത്. പേഴ്സണൽ അസിസ്റ്റന്റുമാരായിരുന്ന പ്രമോദ് പത്മനാഭൻ, ശ്രീകുമാർ രവീന്ദ്രൻ, A ഷെരീഫ് എന്നിവർ അത്തരം കുറിപ്പുകൾ തയ്യാറാക്കാൻ വളരെയധികം സഹായിച്ചു. പ്രമോദും ശ്രീകുമാറും നിയമസഭാ സെക്രട്ടേറിയറ്റിലെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റുമാരായിരുന്നു. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, മുസ്ലിം ലീഗിൻ്റെ MLA മാരും മന്ത്രിമാരും എല്ലാം അവരുടെ സ്റ്റാഫിൽ വെക്കുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ്. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. കഴിവുള്ള ആളുകളെയാണ് അവർ റിക്രൂട്ട് ചെയ്യുക. അത് ഇതിൽ നിന്നെങ്കിലും പഠിക്കുക. കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാഫിൽ വരെ ഇരുന്ന ആൾക്കാരെ എനിക്കറിയാം. റവന്യൂ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഷെരീഫ് പിന്നീട് തിരുരങ്ങാടി ഡെപ്യൂട്ടി തഹസിൽദാരായി. മൂവരും തിരുവനന്തപുരം ജില്ലക്കാരാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാനായിരുന്ന സമയത്ത് P അബ്ദുൾ റഷീദും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റഷീദും നിയമസഭാ സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റായിരുന്നു. കൊണ്ടോട്ടി MLA ആയിരുന്ന കാലത്ത് 2 വർഷത്തോളം KNA ഷെരീഫും പേഴ്സണൽ അസിസ്റ്റൻ്റായി കൂടെയുണ്ടായിരുന്നു. ചോലയ്ക്കൽ AMLP സ്കൂളിലെ പ്രഥമാധ്യാപകരായിരുന്നു KNA ഷെരീഫ്. തറയിൽ മുഹമ്മദ് സാലിം, അസീസ് പഞ്ചിലി ആട്ടീരി
തുടങ്ങിയവരും വിവിധ ഘട്ടങ്ങളിൽ MLA സ്റ്റാഫിലുണ്ടായിരുന്നു. ഓരോരുത്തർ അദ്ദേഹം പേരെടുത്ത് ഓർക്കുന്നുണ്ട് കേട്ടോ, അത്രയും വർഷങ്ങൾക്ക് ശേഷം. കൂടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യരെയും. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് നിയമസഭയിൽ സംസാരിക്കാനുള്ളത്. കേരളത്തിൽ ഇടതു സർക്കാർ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ ഇടതു സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായ പോലീസ് അതിക്രമങ്ങളും വീഴ്ചകളും എണ്ണി പറയണം. അതിനായി ലൈബ്രറിയിൽ പോയി പത്രഫയലുകൾ പരിശോധിച്ച് തീയതി സഹിതം കുറിച്ചെടുത്തിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ അനാസ്ഥയും വീഴ്ചയും ബോധ്യപ്പെടുത്തണം. ആ കുറിപ്പ് എൻ്റെ സീറ്റിൻ്റെ മേശയിലകത്തേക്കായി വെച്ചു. അതിനിടെയാണ് സ്പീക്കർ പുറത്തേക്ക് പോയതും ഡയസിലേക്ക് പോയി എനിക്ക് ഇരിക്കേണ്ടി വരുന്നു. സ്പീക്കറുടെ കസേരയിൽ പോയിരുന്നു. സഭ നിയന്ത്രിക്കേണ്ടി വന്നു. പ്രസംഗിക്കാനായി പലരെയും വിളിച്ചു. ഒരാൾ കോൺഗ്രസിലെ ഷാഫി പറമ്പിലാണ്. എന്നാൽ ചക്കനാട്ടോ, ആലോചിച്ച് നോക്കണം. ഷാഫി പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പല പോയിന്റുകളും ഞാൻ കുറിച്ചു വെച്ചതാണല്ലോ എന്ന് തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഷാഫിയുടെ കയ്യിൽ നീണ്ട കടലാസ് കിട്ടുന്നുണ്ട്. അതിൽ നോക്കിയാണ് പല പോയിന്റുകളും പറയുന്നത്. തീയതി ക്രമം അനുസരിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകൾ വിളിച്ചു പറയുകയാണ് അദ്ദേഹം. ഞാൻ എഴുതി വെച്ച അതേ പോയിന്റുകൾ ഷാഫി എങ്ങനെ പറയുന്നു? കയ്യിലുള്ളത് എൻ്റെ കുറിപ്പ് തന്നെയാണോ എന്നൊരു സംശയം. എൻ്റെ സീറ്റിന് കുറച്ചപ്പുറത്തായിരുന്നു ഷാഫിയുടെ ഇരിപ്പിടം. സ്പീക്കർ വന്നപ്പോൾ ഞാൻ സീറ്റിലേക്ക് മടങ്ങി. അപ്പോഴേക്കും ഷാഫി ഓടി വന്നു പറഞ്ഞു, ഇതാ സാറിൻ്റെ കുറിപ്പ്, ഇനി എനിക്കിത് വേണ്ട. ഏത് കറിവേപ്പിലായില്ലേ, അവനെന്ന് അവിടെ എല്ലാം കടന്ന് പ്രസംഗിച്ച് വിളമ്പി കഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ സാറിൻ്റെ കുറിപ്പ് ഇനി എനിക്ക് വേണ്ടാന്ന് തിരിച്ചു കൊടുക്കുന്നത് എന്ത് വൃത്തികളാ, എന്ത് പണിയാണ് കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു. ഹേയ്, സാറിന് വേറെയും പറയാമല്ലോ, അതിനുള്ള മരുന്നുണ്ടല്ലോ, ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത്, പിന്നെ ഷാഫി KS-ൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും ജില്ലാ നേതാവായിരിക്കുന്ന സമയത്തും ഒക്കെ ഷാഫിക്ക് പ്രസംഗങ്ങൾക്ക് കുറിപ്പുകൾ തയ്യാറാക്കി കൊടുത്തിരുന്ന ആളുകളെ എനിക്കറിയാം. ഷാഫിയൊക്കെ ഇങ്ങനെ മെല്ലെ ഗ്രാജുവലി ഇങ്ങനെ എത്തിയതാ. എന്നാലും വലിയൊരു ഡിബേറ്റിനൊന്നും പറ്റുന്ന ഒരു മരുന്നും ഷാഫിയുടെ അടുത്തില്ല. എനിക്ക് ഉറപ്പുണ്ട്, ആകാശത്തിനും ഭൂമിക്കും കീഴിലുള്ള എല്ലാ വിഷയത്തെക്കുറിച്ചും പറ്റുമൊന്നുമില്ലെങ്കിലും സമകാലിക കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, ജിയോ പൊളിറ്റിക്സ്, കേരളത്തിലെ സാഹിത്യ മേഖല, കേരളത്തിലെ നാടക പ്രവർത്തനങ്ങൾ, മലയാള സിനിമയുടെ പോക്ക് തുടങ്ങി കുട്ടികളെ വഴിതെറ്റിക്കുന്ന ലഹരി മാഫിയ, ബിഗ് ബോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഷാഫിയോട് സംവദിക്കാനും സംസാരിക്കാനും എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാനും ഇടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയാൽ മതി, എനിക്ക് പറ്റും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി മാത്രമല്ല, രാഹുൽ ആദ്യമായി ചാനൽ ചർച്ചകളിൽ പോകുന്ന സമയത്ത് ചാനലിന് ഫോണിൽ അതാത് സമയത്ത് അപ്പുറത്തെ ചർച്ച നടക്കുമ്പം ചാനൽ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ ഷാഫിക്ക് വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചുകൊണ്ടിരുന്ന പലരെയും എനിക്കറിയാം. ഇവരെല്ലാവരും കൂടി മോൾഡ് ചെയ്തെടുത്തതാണ് ഇവരെ. മറ്റുള്ളവരുടെ ബുദ്ധിക്ക് ആളായവരാണ് ഇവർ, അത് മനസ്സിലാക്കണം. വെല്ലുവിളി പ്രസംഗങ്ങളും വിജയാവിളികളും ഇതൊന്നും അല്ലാതെ ഇവരെന്തെങ്കിലും കാര്യം മാത്രം പ്രസക്തമായി ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ അവർക്ക് പറ്റുമോ? ഒരു ബുക്ക് റിവ്യൂ നടത്താൻ പറ്റുമോ? ഒരു ഫിലിം റിവ്യൂ നടത്താൻ പറ്റുമോ? ഒരു സാംസ്കാരിക പ്രഭാഷണം ഒരു വിഷയത്തെക്കുറിച്ച് എടുത്തിട്ട് ഒരു പ്രഭാഷണം നടത്താൻ പറ്റുമോ? കഴിയില്ലല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും പറ്റുമോ? പറ്റില്ല. ഊതി വീർപ്പിച്ച ബലൂണാണ്. പക്ഷെ നിങ്ങൾ കുറേ പേര് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുക, കാരണം അവരുടെ ഈ റീൽസും ഒക്കെ കൂടെ കണ്ടിട്ട് അതാണ് സംഭവിക്കുന്നത്. കണ്ടന്റ് ഇല്ല. ആൾക്കാരെ ആവേശം കൊള്ളിക്കാനും മേടിക്കാനുമുള്ള ചില പൊടിക്കൈകൾ ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല പ്രഭാഷണം എന്ന് പറയുന്നത്. ഒരു നിയമസഭാ സാമാജികൻ്റെ പ്രഭാഷണം എന്ന് പറയുന്നത് അത് നിയമസഭാ രേഖകളിലുള്ളതാണ്. അത് വരും തലമുറയിലുള്ള നമ്മുടെ കാലശേഷം വരുന്ന നിയമസഭാംഗങ്ങൾക്ക് കൂടി റെഫർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണല്ലോ KN ഖാദർ നിയമസഭാ ലൈബ്രറിയിലൊക്കെ പോയിട്ട് റെഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഊതി വീർപ്പിച്ച ബലൂണുകൾ മാത്രമാണ് ഇവർ, അതിനപ്പുറത്തേക്ക് ഒരു പുല്ലുമല്ല എന്നുള്ളത് തെളിയിക്കും ഞാനിതിൻ്റെ മൊത്തം പേജുകളും ഞാൻ വായിക്കുന്നതാണ്. മറ്റ് പലരെയും കുറിച്ച് പറയുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ഏറ്റവും മനോഹരമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ, കാരണം അദ്ദേഹം വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇപ്പം 10-70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ മത്സരിച്ചില്ല. കഴിഞ്ഞ തവണ ഗുരുവായൂരിൽ നിന്ന് തോറ്റുപോയി. ഗുരുവായൂർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി. PT കുഞ്ഞുമുഹമ്മദ് 2 തവണ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം PM അബൂബക്കർ രാജിവെച്ചതിന് ശേഷം അവിടെ ഒരിക്കൽ പോലും ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലമായിരുന്നു. അവിടെയാണ് അദ്ദേഹം നിന്നത്. ഇത്തവണ അവിടെ CH റഷീദ് നിന്ന് പരാജയപ്പെട്ടു. ഈ തരംഗത്തിലും നമ്മുടെ അക്ബർ തന്നെ ജയിച്ചു. അങ്ങനെ സീറ്റിലാണ് കൊണ്ടുപോയിട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ കഴിവുകളെ ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്.
കാരണം ക്രിയാത്മകമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ തരാൻ കഴിയും. കാരണം ഇത് കലക്കി കുടിച്ച ആളാണ്. മുൻ മന്ത്രി കെ ഇ ഇസ്മായിലിൻ്റെ കൂടെയും എൻ ഇ ബാലറാമിൻ്റെ കൂടെയും ഇ ചന്ദ്രശേഖരൻ്റെ കൂടെയും ഒക്കെ കഴിഞ്ഞ ഒരു കട്ടിലിൽ കിടന്നിറങ്ങിയ അനുഭവങ്ങളുണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ ഒക്കെ കൂടെ സംഘടനാ പ്രവർത്തന കാലഘട്ടത്തിൽ. അത്ര ആത്മബന്ധമുണ്ട്. കെ ഇ ഇസ്മായിൽ അദ്ദേഹമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കഴിവും ശേഷിയും ഉപയോഗിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും, അവർക്ക് ഗുണം ചെയ്യുമില്ല എന്നുള്ളതല്ല. അവർക്കെന്ത് ഗുണം? അവർക്ക് അത്രയും നേരം വീട്ടിലെ പേരക്കുട്ടികളെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു കയ്യിൽ കൊണ്ട് കൊടുത്ത് വീട്ടിലിരിക്കാം. മറ്റേത് വെള്ളയും എടുത്തിട്ട് ഇറങ്ങണ്ടേ, തിരുവനന്തപുരത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, പരിപാടിക്ക് പോകണം, പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കണം ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ളവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് ഉപയോഗിക്കാനുള്ള ഒരു വിശാലമായ മനസ്ഥിതിയും അതിനുള്ള ഒരു ബുദ്ധിയുമാണ് UDF സർക്കാർ കാണിക്കേണ്ടത്. അത് വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിലും നമ്മുടെ സ്പീക്കറാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ ഉപയോഗിക്കേണ്ടതും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ഒരാളുടെ ടാലൻറ്റ് അത് ഏത് മേഖലയിലാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഒരു ഡോക്ടറെ കൊണ്ടുവന്നിട്ട് എന്താ പറയുക, തെങ്ങിന് കളിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. തെങ്ങിന് കളിക്കാൻ അറിയുന്നവനെ കൃത്യമായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, ഇദ്ദേഹത്തിൻ്റെ വൈഭവം, ഇദ്ദേഹത്തിൻ്റെ ദൈക്ഷണികമായ ശേഷി, ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ കൂർമ്മത, ഇദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധത അത് വരും തലമുറയ്ക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ പുസ്തകം മുഴുവൻ വായിക്കുന്നതാണ്. വായിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ പറയും. ഇത് ഷാഫി എന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, അത്രയേ ഉള്ളൂ. അറിയാലോ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഷാഫി എന്നൊക്കെ കേൾക്കുമ്പോൾ അന്നാന്ന് നോക്കിയേക്കാമെന്ന് എഴുതിയിട്ട് ഒരൊറ്റ അധ്യായം മാത്രമേ വായിച്ചിട്ടുള്ളൂ. ബാക്കി അധ്യായങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഇതൊരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. വരുംകാല വിദ്യാർത്ഥികൾക്ക്, വരുംകാല രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവർക്ക് ഇത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായി അക്കാദമിക് പർപ്പസോട് കൂടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിനകത്ത് കടന്നു പോകാത്ത വഴികളില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, കാര്യങ്ങൾ ഒക്കെ കടന്നു പോകാത്ത വഴികളില്ല. അനുഭവങ്ങൾ, മലപ്പുറത്തിൻ്റെ ചരിത്രം, അങ്ങനെ വളരെ വൈവിധ്യം നിറഞ്ഞൊരു പുസ്തകമാണ്. ഞാൻ ഓടിച്ചു നോക്കിയിട്ടേ ഉള്ളൂ. അതിൻ്റെ സിനോപ്സിസ് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഞാൻ ഈ ഒരൊറ്റ അധ്യായം മാത്രം ഒന്ന് വായിക്കാമെന്ന് കരുതി. കാരണം അത് വായിക്കാൻ എനിക്കൊരു പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും വീണ്ടും ലാൽ സലാം.